വേഷോടി, ഈ വേഷത്തിലാണ് നീ കല്യാണത്തിന് വന്നത്. ഇതിനെന്താ കുഴപ്പം? ഈ ഡ്രസ് ഇട്ടൊന്നും നീ കല്യാണത്തിനുണ്ട്. കയ്യും കാണിച്ച് ഇറക്കവും കുറഞ്ഞ് ഇതിട്ട് നീ വരണ്ട. അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് ഇപ്പത്തെ ട്രെൻഡ്. എന്ത് ട്രെൻഡ് ആണെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ അതിന്റേതായ ഒരു മാന്യത ഉണ്ട്. പോയ പോലെ പട്ടോവാടെ ധാവണി എന്തെങ്കിലും കൊടുത്തോളുവാ, എന്നിട്ട് പോയാ മതി കല്യാണത്തിന്. അമ്മേ, ഞാൻ ഏത് ഡ്രസ് ഇടണം എന്ന് തീരുമാനിക്കണം ഞാനാണ്, അല്ലാണ്ട് അമ്മയല്ല. ഏത് ഡ്രസ് ഇടണം എന്നുള്ളത് എന്റെ അവകാശമാണ്. അമ്മേ, അച്ഛനെവിടെ? അച്ഛന്റെ യാത്രയാണ്. 10 മണിക്കാണ് ഫംഗ്ഷൻ, നേരത്തെ എത്തണം. ഓ, നിന്റെ ഒരു പരിപാടി വന്നപ്പോ നിനക്ക് നേരത്തെ പോകണമെന്ന് ചിന്തയുണ്ടല്ല. അച്ഛൻ വന്നോളൂ. അവിടെ ചെന്ന് കഴിയുമ്പോഴേ മര്യാദക്കൊക്കെ സംസാരിക്കണം സാറുമാരോട്. എന്റെ ഫ്രണ്ട്സിന്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ മര്യാദക്ക് സംസാരിക്കണം. എന്നെ നാണം കെടുത്താനൊന്നും പറ്റൂല. അതെ, ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാലേ ആരോടും ഇണ്ടാണ് ഒരു മൂലക്കിൽ ഇങ്ങനെ ഇരുന്നോളാം. മതിയാ? ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ എല്ലാവരെയും കാണുമ്പോൾ ചിരിക്കെങ്കിലും ചെയ്യണം. ഓ, ഉത്തരവ് അടിയൻ. ആ, അച്ഛൻ വന്നിട്ടല്ല. അയ്യേ, ഇതെന്ത് കോല അച്ഛത്? എന്താണ് ആ ഡ്രസ്സിന് കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ല രസമുണ്ട്. മോളും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ അല്ലേ ഇടാറ്, കീറിയതും എല്ലാം. പച്ചനിട്ടെന്നോലെ എന്താണ്, അച്ഛനിപ്പോ മോളുടെ പോലെ പരിഷ്കാരിയായതായിരിക്കുള്ളൂ. നല്ല ചേർച്ചയുണ്ട്. അയ്യേ, അച്ഛന് ഈ ഡ്രസ് ഇട്ടുകൊണ്ടാണോ കോളേജിൽ വരുന്നത്? എന്നെ നാണം കെടുത്താനായിട്ട് നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമാണ്. അച്ഛന് ഈ ഡ്രസ്സ് മാറിയിട്ട് ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ട് വാ. എന്തിനാണ് മോളെ മുണ്ട് ഷർട്ടൊക്കെ? അച്ഛനെ ഇതാണ് ഇടാമോടത്. അച്ഛന്റെ ഇഷ്ടമല്ലേ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത്. എന്റെ മോള് പരിഷ്കാരിയാവുമ്പോ ഞാനും പരിഷ്കാരിയാവണ്ടേ? മോക്കാണല്ല പരാതി, അച്ഛനമ്മ പഴഞ്ചനാണെന്ന്. ഇനി ആ പരാതി അങ്ങ് മാറ്റാൻ പോണേണ്. കോളേജിൽ ഞാൻ എന്തായാലും ഇതിട്ടേ വന്നുള്ളൂ. എന്തിനാണ് അച്ഛ ഇങ്ങനെ വരല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെടൂലേ? അച്ഛൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. അപ്പൊ അച്ഛൻ ഇങ്ങനെ വന്നാ മോളപ്പൊ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുന്നു നോക്ക്, മനസ്സിലായി? അപ്പൊ മോള് ഇങ്ങനെയൊക്കെ ഡ്രസ് ഇട്ട് നടക്കുമ്പോ ഈ അച്ഛനമ്മയും എല്ലാവരും മുമ്പിൽ നാണം കെടൂലേ? മോള് പറ. മോളെ, ആർക്കും ഏത് വേഷവും ഇടാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ നാട്ടിലുണ്ട്. അതില്ലാന്ന് അച്ഛൻ പറയുന്നില്ല. പക്ഷെ നമ്മളത് ഇട്ടുകൊണ്ട് പോകുന്ന സന്ദർഭവും സാഹചര്യവും കൂടി നമ്മൾ നോക്കണം. അതൊന്നും മോളെ മനസ്സിലാക്കി തരാനാണ് അച്ഛനെ ഈ വേഷം ഇട്ടത്. മോളുടെ കോളേജിൽ അച്ഛനിപ്പോ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോള് നാണം കെടുന്നു നോക്ക്, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. മോളിതൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം അച്ഛൻ ഇങ്ങനെ ചെയ്തതാണ്. അച്ഛാ, എന്റെ ഭാഗത്തേക്ക് എനിക്ക് മനസ്സിലായി. ഇനി അച്ഛനെ അങ്ങനെ ഞാൻ വിഷമിപ്പിക്കൂല. സോറി. ഇതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം അച്ഛനെ ചെയ്താണ്. ഒരു കാര്യം ചെയ്യും, അച്ഛനെ ഡ്രസ്സ് മാറിയിട്ട് വേഗം വരാം, എന്നിട്ട് നമുക്ക് പോവാട്ട കോളേജിലോട്ട്. ഇപ്പൊ സന്തോഷായി. അതെ, ഈ അച്ഛൻ പറഞ്ഞതുപോലെ ഏത് ഡ്രസ് ഇടാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യവും സന്ദർഭവും കൂടി നമ്മൾ നോക്കണ്ടേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ.